എല്ലാവരും ഈ പിൻട്രസ്റ്റ് ഡെസ്ക് മേക്ക് ഓവർ ചെയ്ത് അവസാനം ഞാനും എൻ്റെ ബ്രൗൺ ടേബിളിൽ വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ച് ഒരു മേക്ക് ഓവർ കൊടുത്തു. അന്നേരം എൻ്റെ ബ്രൗൺ ടേബിളിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് കണ്ട ഒരു ഓളത്തിന് ഞാനും അതുപോലെ ചെയ്തു. ഇതാണ് എൻ്റെ വൈറ്റ് ടേബിളിന്റെ അവസ്ഥ. ഇതിപ്പോ ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 വർഷമായി. സോ ഞാൻ വിചാരിച്ചു ഈ ടേബിൾ നമുക്ക് പഴയതുപോലെ ബ്രൗൺ കളറിൽ തന്നെ കൊണ്ടുവരാം. ജസ്റ്റ് ആ വൈറ്റ് വാൾപേപ്പർ അതിന്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാന്ന് മാത്രമേ പണിയുള്ളൂ. അത് ചെറിയൊരു പണിയല്ലേ, വിചാരിച്ചാൽ ഒരു അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആക്കാന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാൾപേപ്പർ ഇതിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം അതിന്റെ ഗ്ലൂ ആ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ആ ഗ്ലൂ കളയാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ട പാട് ചെറുതൊന്നും. ഞാൻ ഈ ഗ്ലൂ പോവാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവില്ല. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു നോക്കി, വിനീഗർ ഒഴിച്ചു നോക്കി, ചൂടുവെള്ളം ഒഴിച്ചു നോക്കി, ഡിഷ് വാഷ് ഇട്ട് കഴുകി. അങ്ങനെ ഒരു 4-5 മണിക്കൂറോളം പണിയെടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലാക്കി എടുത്തിട്ടുള്ളത്. ഇത് വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ ഞാൻ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ടേബിൾ സെറ്റ് ചെയ്തു. കാര്യമായിട്ട് വല്ല ചേഞ്ചസ് ഒന്നും ഇല്ല, പഴയതുപോലെ തന്നെയാണ് ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വാളിൽ ഞാൻ ചെയ്ത ഒരു എംബ്രോയിഡറിന്റെ വർക്കും പണ്ട് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു ഫൈനൽ ടച്ച് ആയിട്ട് ഞാനൊരു ഫെയറി ലൈറ്റും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലാസ്റ്റ് വെച്ചു കൊടുത്ത ഫെയറി ലൈറ്റ് കാരണമാണ് ടേബിളിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡെസ്ക് സെറ്റപ്പ്. സോ എങ്ങനെയുണ്ട് എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.